celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ന്യൂയോർക്കിലെ എൽമോണ്ടിലുള്ള അക്ഷര നഗരിയിൽ നവംബർ 1 ആരംഭിച്ച ലാന സാഹിത്യോത്സവം കേരള സെന്ററിൽ പര്യവസാനിച്ചു. നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ സാഹിത്യകാരന്മാരുടെ സമ്മേളനത്തിന് എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ അതിഥിയായി എത്തി. അമേരിക്കയിലെ എഴുത്തുകൂട്ടത്തിൽ നിന്നും ഓർമ്മകളിലേക്ക് മറിഞ്ഞ MST നമ്പൂതിരി, എബ്രഹാം തെക്കേമുറി, റിനി മമ്പലം എന്നിവരുടെ സ്മരണാഞ്ജലി മീനു എലിസബത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. തുടർന്ന് കവിത, ലിംഗസമത്വം, വിമർത്തനം എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ കേരളത്തിൽ നിന്ന് വെബ് കോൺഫറൻസ് വഴി സാഹിത്യകാരായ പ്രൊഫസർ ഡോക്ടർ ജെ ദേവിക, ഡോക്ടർ നിഷി ലീല ജോർജ്, സ്റ്റാലിന എന്നിവർ പങ്കെടുത്തു. ജെൻ കേസി, ഡോണ മയൂര, സന്തോഷ് പാല എന്നിവർ സംവാദം നിയന്ത്രിച്ചു. എഴുത്തിന്റെയും വായനയുടെയും മേഖലയിൽ ഉരുത്തിരിയുന്ന സ്വവർഗ സൗഹൃദ സംഘങ്ങളെക്കുറിച്ചും അവയുടെ പിൻബലമില്ലാതെ എഴുത്തുകാരി മുഖ്യധാരയിലേക്ക് വരുമ്പോൾ നേരിടുന്ന കടമ്പകളെക്കുറിച്ചും ഡോക്ടർ ദേവിക സംസാരിച്ചു. പല എഴുത്തുകാരും അവരുടെ എഴുത്തുകളോടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രതികരണങ്ങളിൽ മനം നൊന്ത് എഴുത്ത് ഉപേക്ഷിച്ചതിനെയും ജീവിതം തന്നെ ഉപേക്ഷിച്ചതിനെയും കുറിച്ച് ഡോക്ടർ ദേവിക പറഞ്ഞു. എഴുത്തുകാർ സ്വന്തം സ്വത്വം കണ്ടെത്തുന്നതിനുള്ള മാധ്യമമായി കവിതയെ അവലംബിക്കുന്നു. സ്ത്രീകൾ എഴുത്തിന് സംവരണം നൽകണമെന്ന പ്രയോഗം സ്ത്രീകളോടുള്ള അപമാനമായിട്ടാണ് കാണേണ്ടത്. ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കൃതികളൊന്നും നല്ലതല്ലെന്ന വാദത്തോടും യോജിക്കുന്നില്ലെന്നും ഡോക്ടർ ദേവിക പറഞ്ഞു. തുടർന്ന് നടന്ന ചോദ്യോത്തരവേളയിൽ ബിന്ദു TG, ഉമാ സജി, സോയ നായർ, KK ജോൺസൺ, ഡോക്ടർ സുകുമാർ കാനഡ, ത്രൈസ്യാമ നാടവള്ളി, ജോസ് ചാരിപ്പുറം, ഡോക്ടർ ദർശന മനേത്ത് എന്നിവർ പങ്കെടുത്തു. രാജു തോമസ് നന്ദി പ്രകാശനം നടത്തി. സമകാലീന മലയാള ചെറുകഥകളെക്കുറിച്ചുള്ള ചർച്ചയിൽ സാംസി കൊടുമൺ, അനിൽ ലാൽ ശ്രീനിവാസൻ എന്നിവർ മോഡറേറ്റ് ചെയ്തു. ബിജോ ജോസ് ചെമ്മാന്ത്ര, നീന പനയ്ക്കൽ, KV പ്രവീൺ, നിർമ്മല, മനോഹർ തോമസ്, അബ്ദുൽ പുന്നിയൂർക്കുളം, MB ഷീല, റാഫിക് തറയിൽ, സിജു V ജോർജ്, ഷാജു ജോൺ എന്നിവർ ചർച്ചയിൽ സജീവമായി. അമേരിക്കൻ മലയാള കഥകളുടെ അവലോകനത്തിൽ 11 കഥകൾ അവലോകനം ചെയ്യപ്പെട്ടു. സാമുവൽ യോഹന്നാൻ മോഡറേറ്റ് ചെയ്തു. രചനയിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഡോക്ടർ സുകുമാർ കാനഡ, യാത്രയും സാഹിത്യവും അനിലാൽ ശ്രീനിവാസൻ, മൾട്ടിമീഡിയയും പുതു കവിതാ സാധ്യതകളും ഡോണ മയൂര, ഗോസ്റ്റ് എഴുത്ത് ആധികാരികത ഷിബു പിള്ള, വിമർത്തനം ഡോക്ടർ ദർശന മനേത്ത്, എഴുത്തിടത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾ മാമൻ മാത്യു എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ജെ മാത്യൂസും KK ജോൺസൺ ചർച്ചകൾ നയിച്ചു. പുതുകാല നോവലുകളിലെ സൗന്ദര്യശാസ്ത്രവും ഭാഷയും എന്ന വിഷയത്തിലെ ചർച്ചയിൽ രതി ദേവി, നിർമ്മല, KV പ്രവീൺ, വേണുഗോപാലൻ കോക്കോടൻ, ഷീനോ കുര്യൻ, ബാജി ഓടംവേലിൽ, മനോ ജേക്കബ്, ബിജോ ജോസ് ചെമ്മാന്ത്ര, സാംസി കൊടുമൺ, അബ്ദുൽ പുന്നിയൂർക്കുളം എന്നിവർ പങ്കെടുത്തു. MB ഷീല, ശങ്കർ മന എന്നിവർ നിയന്ത്രിച്ചു. മാധ്യമ വിചാരം എന്ന ചർച്ചയിൽ കോരസൻ വർഗീസ് മോഡറേറ്ററായിരുന്നു. നവമാധ്യമ രീതിയിലെ രാഷ്ട്രീയ ശരികൾ എന്ന വിഷയത്തിൽ ജോർജ് ജോസഫ്, സമാന്തര മാധ്യമങ്ങളിലെ ശരിയും തെറ്റും എന്ന വിഷയത്തിൽ ജേക്കബ് റോയ്, അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മധു കൊട്ടാരക്കര എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഷിബു പിള്ള, രാജീവ് പഴുവിൽ എന്നിവർ ചർച്ചയിൽ
സജീവമായി. കൺവെൻഷൻ ജനറൽ കൺവീനർ ജേക്കബ് ജോൺ സ്വാഗതവും ലാന പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗവും നടത്തിയ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥി ഇ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാഷയുടെ പ്രാധാന്യവും ലോകരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിലും പുതിയ രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും ആവിർഭാവത്തിനും ഭാഷ വഹിച്ച പങ്കിനെക്കുറിച്ച് സന്തോഷ് കുമാർ സംസാരിച്ചു. മലയാളം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ഭാഷയല്ലെന്നും ലോകമെമ്പാടും വേരുകളുള്ള ഒരു വലിയ ഭാഷയാണെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. പ്രവാസികൾ മലയാള ഭാഷയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തിൽ സന്തോഷ് കുമാർ അഭിനന്ദനം അറിയിച്ചു. ലാന സാഹിത്യ സമ്മേളനം ഒരു മികച്ച സാഹിത്യ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു. കേരളത്തിൽ പോലും കാണാത്ത അത്ര എഴുത്തുകാരുടെ പങ്കാളിത്തം ലാന സാഹിത്യോത്സവത്തിൽ കാണാൻ കഴിയുന്നതായും സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും അമേരിക്കയുടെയും കാനഡയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഒത്തുകൂടി ലാന പോലുള്ള ഒരു സാഹിത്യ സംഘടനയുടെ കുടക്കീഴിൽ അണിനിരക്കുന്നത് മലയാള ഭാഷയോടുള്ള ആദരവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാലിനിയും സന്തോഷ് പാലയും അവതാരകരായ പരിപാടിയിൽ കൺവെൻഷൻ ചെയർമാൻ മനോഹർ തോമസ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ അനിലാൽ ശ്രീനിവാസൻ, ലാന സെക്രട്ടറി സാമുവൽ യോഹന്നാൻ, ലാന ട്രഷറർ ബിജു പിള്ള, കൺവെൻഷൻ ട്രഷറർ മുൻ ലാന സെക്രട്ടറിയുമായ സാംസി കൊടുമൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. ലാനയുടെ മുതിർന്ന 8 അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങുകളും നടന്നു. LC യോഹന്നാൻ ശങ്കരത്തിൽ, നീന പനയ്ക്കൽ, സരോജ വർഗീസ്, ഡോക്ടർ തോമസ് പാലയ്ക്കൽ, ജോൺ വേറ്റം, പീറ്റർ നീണ്ടൂർ, CMC അബ്ദുൾ പുനിയർകുളം എന്നിവർ ലാന ആദരവേറ്റുവാങ്ങി. മനോഹർ തോമസ് തയ്യാറാക്കിയ ചെറിയൻ കെ ചെറിയാന്റെ കവിതകൾ, രതിദേവിയുടെ സ്ത്രീ സ്വത്വം, സ്വാതന്ത്ര്യം, ഡോക്ടർ സുകുമാർ കാനഡ എഴുതിയ കൈലാസ് ഇറ്റ്സ് ഡിവൈൻ എക്സ്പെഡേഷൻ ഓഫ് എ ലൈഫ് ടൈം, സാംസി കൊടുമൺ രചിച്ച ദി ഫസ്റ്റ് ബുക്ക് ഓഫ് ആൻ എക്സോട്ടിക്, ലാൻഡ അലക്സാണ്ടർ രചിച്ച ദി ഗേൾ ഹൂ ലൗഡ് ടണ്ടിസ്റ്റോം എന്നിവയുടെ പുസ്തക പ്രകാശന ചടങ്ങ് നടന്നു. കൺവെൻഷൻ വൈസ് ചെയർമാനും മുൻ ലാന സെക്രട്ടറിയുമായ ജെ മാത്യൂസ് നന്ദി പ്രകാശനം നടത്തി. ദിവ്യവാരുടെ മോഹിനിയാട്ടവും ഭരതകലാ തിയേറ്റേഴ്സ് KLS ഡാളസിലെ പ്രതിഭകൾ അവതരിപ്പിച്ച സ്ഥലത്തെ പ്രധാന കല്യാണം എന്ന ലഘുനാടകത്തോടുകൂടി 3 ദിവസത്തെ ഈ വർഷത്തെ ലാന സാഹിത്യോത്സവത്തിന് തിരശ്ശീല വീണു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.